ഇന്നൊരു ഫ്രൈഡ് റൈസ് വെച്ച കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാമഗ്രികളെല്ലാം ഞങ്ങളിതിൽ അരിയുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞ കോളിഫ്ലവർ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കറുമുറ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ വൃത്തിയാക്കി ചെറിയ പീസാക്കി അരപ്പ് പുരട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 4 മൂസിനെ ഒളിപ്പിച്ച് വെച്ച് അത് ഉമ്മാക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. ഉമ്മാക്ക് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച് സംഭവങ്ങളെല്ലാം ഇട്ടൊന്ന് വെച്ച് കാണിക്കണ്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് മുട്ടയും ഒന്ന് ചിക്കി എടുക്കുകയാണ്. കണ്ടോ, മുട്ട നല്ലപോലെ ചിക്കി എടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേവിച്ചെടുത്ത ചിക്കൻ നമ്മൾ കുനാന്ന് മൂസിന് ഇന്ന് അരിയുന്നുണ്ട്. ഞാൻ നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് മുട്ട. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ടയും ചിക്കനും കോളിഫ്ലവറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിവിടെ സാലഡ് ഉണ്ടാക്കാം. നമുക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. തൈരും തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അടിപൊളി മണമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എണ്ണയിൽ കിടന്ന് മൂക്കുന്ന മണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഈ വക സാധനങ്ങളെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ടായിരുന്നു. അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്നിരിക്കുക കേട്ടാ. അപ്പോൾ അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു സംഭവമൊക്കെ ഇതിനകത്തോടെ തട്ടി ചോറുമൊക്കെ തട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ടൈം അവർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സിനിമ കാണാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ വിജയുടെ സിനിമയായിരുന്നു ഗീസ്. നമ്മളിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലി, ഷാ, ഞാൻ, അജു ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു യൂട്യൂബറിനെ കണ്ടു. അരി കുറച്ചെടുത്ത് മാറ്റി. അരി കൂടുതലായിരുന്നു, മസാല കുറവായിരുന്നു. വെള്ളം പറ്റണം. റെഡിയായി വാ. മാമി ഒന്ന് ഇളക്കി അടി പിടിക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം ബിരിയാണി ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പേരിടാം. എനിവേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബർക്കത്തായിട്ട് അത് മൊത്തം കഴിച്ച്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.